ഞാൻ ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും 95 to 100% അലോക്കേഷൻ വരുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. ഒന്നല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ഇതിൽ മാത്രം ഉൾക്കൊള്ളുകയാണ്. വൺ കറൻസി വൺ എക്കണോമി എന്നുള്ള സിദ്ധാന്തത്തിൽ നിന്ന് മാറി ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ആരും തയ്യാറാവുന്നില്ല. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ ടെക്നോളജിയും ബയോടെക്നോളജിയും ഇവിയും ഇതൊക്കെ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് വളരെയധികം എക്സ്പോഷറുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ ഒരു പെർസെന്റേജ് ഓഫ് അലോക്കേഷൻ വെക്കണം. നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 ഒക്കെ എത്രമാത്രം പെർഫോം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ നാസ്ഡാക്ക് പെർഫോമൻസ് 12.2%, അതുപോലെ S&P 500 17% പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് പലപ്പോഴും ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. അതിന് നിങ്ങൾ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു അലോക്കേഷൻ വെക്കണം. എന്തെല്ലാമാണ് അഡ്വാൻറ്റേജ്? ₹1 പോലും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ 3 to 4% റുപ്പീസിന് ഡിപ്രീസിയേഷൻ അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് ഉണ്ട്. റിട്ടേൺ ആണ് നിങ്ങൾ പ്രധാന കൺസേൺ എങ്കിൽ ഒരു 10 to 12% നമുക്ക് ലോങ് ടൈമിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ഇന്ത്യയിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഒതുക്കാണ്ട് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുക. S&P 500 നാസ്ഡാക്കിന്റെ ഒക്കെ വളർച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താനും കൂടി പറ്റും. പലരുടെയും പേടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റെഗുലേറ്റഡ് ആണോ? ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ സെബി റെഗുലേറ്റഡ് ആണ്, ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് റെഗുലേറ്റഡ് ആണ്, സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ആണ്. റെഗുലേഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയാൻ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. എങ്ങനെയാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കി, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ മനസ്സിലാക്കി, ഉചിതമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഒക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.